ഇന്ന് നമ്മൾ നോക്കാൻ പോണ ടോപ്പിക്കാണ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോസ് ലോ, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ, ബയോട്ട് സവാർട്ട്സ് ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അതിൽ നമുക്ക് ആദ്യത്തെ ടോപ്പിക് നമുക്ക് നോക്കാം, ഗോസ് ലോ. ഗോസ് ലോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാർജിന് ചുറ്റും ഒരു ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ചുറ്റുമുണ്ടായ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നെറ്റ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു നെറ്റ് പോസിറ്റീവ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ ചാർജ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ് സർഫസ്. അപ്പോൾ നമ്മൾ ഗോസ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ക്ലോസ് സർഫസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? 1/ε0 ടൈംസ് ചാർജ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുറമെ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം ഈ ക്ലോസ് സർഫസിൻ്റെ. അപ്പോൾ ഈ പുറമെന്നുള്ള ചാർജിലൊന്നും ഈ ഇലക്ട്രിക് ഫ്ലക്സിന് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എനി ചാർജസ് ഔട്ട്സൈഡ് ദ സർഫസ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇത് കൂളംബ്സ് ലോയിൽ നിന്നിട്ടാണ് നമുക്ക് ഗോസ് ലോ വന്നിട്ടുള്ളത്. ഗോസ് ലോ ഈസ് റിലേറ്റഡ് ടു കൂളംബ്സ് ലോ. അടുത്ത് നമുക്ക് ഗോസ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ ആർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്തുണ്ടാവും? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറയും. ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ പോയിന്റ് ചാർജ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് സ്ക്വയർ. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? അത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് നോ ഡയറക്ഷൻ. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അടുത്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പോൾ നമുക്ക് രണ്ട് ചാർജ് ഉണ്ട്. ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്, അത് നമ്മൾ സ്മോൾ ക്യൂ, ആൻഡ് ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, നമ്മുടെ ക്യാപിറ്റൽ ക്യൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് ചാർജ് ക്യൂവിനെ നമ്മുടെ പോയിന്റ് ചാർജിൽ നിന്നിട്ട് നമ്മൾ മൂവ് ചെയ്യാനായിട്ട് എത്രത്തോളം വർക്ക് കൊടുത്തു, അത് എത്ര ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ എന്തായിരിക്കും വരാം? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ, വേർ കെയുടെ വാല്യൂ എന്താണ്? നമ്മുടെ 1/4πε0, അതല്ലെങ്കിൽ 90 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അതാണ് ഇതിന്റെ കെയുടെ വാല്യൂ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദ വർക്ക് നീഡഡ് ടു മൂവ് എ ടെസ്റ്റ് ചാർജ് ഫ്രം എ പോയിന്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് അവിടെ കൊടുത്തത്, ദ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് ചോസൺ ടു ബി 0. ദസ് V for a point charge decreases with distance. ഈ ഡിസ്റ്റൻസ് r എന്താണ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ കുറയും. അടുത്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ലൈൻ ചാർജ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടക്ടർ നമ്മൾ എടുത്തു. ആ കണ്ടക്ടറിൽ എന്താ ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ലാംഡ dx എന്ന് പറയുന്ന ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ആൻഡ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ, ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഓരോ പോയിന്റ് ചാർജുകളും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലുകൾ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ പൊട്ടൻഷ്യൽ ഓഫ് എ ലൈൻ ഓഫ് ചാർജ് ക്യാൻ ബി ഫൗണ്ട് ബൈ സൂപ്പർ ഇമ്പോസിംഗ് ദ പോയിന്റ് ചാർജ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഫിനിറ്റസിമൽ ചാർജ് എലമെന്റ്സ്.
ഇത് പറയുന്നത് ഒരു യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിന് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ലാംഡ ലോഗ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ലൈൻ ചാർജ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ്. നമ്മൾ ആ സെയിം കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ലാംഡ ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ നമ്മൾ ചൂസ് ചെയ്തു. ആൻഡ് വി ആർ മെഷറിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഓരോ പോയിന്റ് ചാർജുകളും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാവും നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ഡി. ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഇക്വേഷൻ എന്താ, ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ലൈൻ ഓഫ് ചാർജ് ക്യാൻ ബി ഫൗണ്ട് ബൈ സൂപ്പർ ഇമ്പോസിംഗ് ദ പോയിന്റ് ചാർജ് ഫീൽഡ്സ് ഓഫ് ദ ഇൻഫിനിറ്റ് ചാർജ് ലെങ്ത്. ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ഡി. അതിൽ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഈ പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു 2 പൈ കെ ഇൻറ്റു സിഗ്മ. അതിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1/4 പൈ എപ്സിലോൺ 0 ആ വാല്യൂ ആണ്. 9 × 10⁻⁹ ആ വാല്യൂ ആണ് കെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇനി സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം ഷീറ്റ് ആയിരിക്കും. ആൻഡ് സിഗ്മ ലെസ് ദാൻ 0 ആണെങ്കിൽ ടുവേർഡ്സ് ദ ഷീറ്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അതിൻ്റെ സർഫസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V0. ആൻഡ് വി ആർ മെഷറിംഗ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് Z ഫ്രം ദിസ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? V is equal to V0 minus sigma Z by 2 epsilon 0. അതായിരിക്കും നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഉണ്ടായ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത്. അതിൽ V0 എന്ന് പറയുന്നത് എന്താ? സർഫസ് പൊട്ടൻഷ്യൽ. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി. Z എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ്. ആൻഡ് എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അടുത്തത് ബയോട്ട്-സവാർട്ട് ലോ. ബയോട്ട്-സവാർട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഒരു സ്മോൾ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതുകൂടെ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് എലമെന്റ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. അതായത് നമ്മുടെ ഈ ഒരു R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന് സ്ക്വയറിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. dB is equal to μ0/4π IDL sin θ by R². അതാണ് നമ്മുടെ ഇക്വേഷൻ. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 4π × 10⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. ആംപിയർ സർക്യൂട്ടൽ ലോ. ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബയോട്ട്-സവാർട്ട് ലോയിൽ നിന്നിട്ട് തന്നെയാണ്. ബയോട്ട്-സവാർട്ട് ലോ നമുക്ക് അസിമെട്രിക്കൽ ഷേപ്പ് ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആംപിയർ സർക്യൂട്ടൽ ലോ നമുക്ക് സിമെട്രിക്കൽ ഷേപ്പിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇക്വേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് dl ഈസ് ഈക്വൽ ടു μ0 × I. അതായത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി അലോങ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് പാത്ത്. അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് μ0, അതായത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് ദ കറണ്ട്. ആ എലമെന്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I. അതിനെ
അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I. ഇനി ഈ μ0 നമ്മൾ എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ബൈ μ0 എന്ന് പറയുന്നതാണ് എച്ച്, മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ അവിടെ എന്താ എച്ച് ഡോട്ട് ഡി എൽ, അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രിക് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ് ഈസ് ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി മിനിമം ആൻഡ് ഓപ്ഷൻ ഡി മാക്സിമം. അപ്പോൾ ഇലക്ട്രിക് ചാർജിനെ എന്താ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗോസ് ലോ due to different charge distribution is used to calculate option A electric potential, option B electric charge, option C electric intensity and option D electric field lines. നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് ഗോസ് ലോ നമ്മളിവിടെ അപ്ലൈ ചെയ്തത് എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, the Gaussian surface for a line charge will be option A sphere, option B cylinder, option C cube and option D cuboid. അപ്പോൾ ഇവിടെ നമ്മൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. നമ്മൾ ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ അതിനാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാലും ലൈൻ ചാർജ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The work done by a charge of 10 microcoulomb with a potential 4.386 volt in microjoule is option A 32.86, option B 43.86, option C 54.68 and option D 65.68. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ക്യൂ വി ആയിരിക്കും, ക്യൂ ഇൻറ്റു വി. ഇവിടെ നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആൻഡ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4.386 ഇൻറ്റു 10 നമുക്ക് ചെയ്യുമ്പോൾ മൈക്രോയിലാണ് ആൻസർ കിട്ടുക. 43.86 മൈക്രോ ജൂൾ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 43.86. അടുത്ത ക്വസ്റ്റ്യൻ, the point charge 2 nanocoulomb is located at origin. What is the potential at a point 100? Option A 12, option B 14, option C 16 and option D 18. അപ്പോൾ നമുക്കൊരു പോയിന്റ് ചാർജ് ഉണ്ട്. ആ പോയിന്റ് ചാർജ് ഒറിജിനിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റിൽ 100 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാണണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ ദ ഡിസ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square is equal to d square. ആ ഒരു ഫോർമുല, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് നോക്കാം. 1 ആണ് ആ ആർ എന്ന് പറയുന്നത്, കാരണം എക്സ് കോർഡിനേറ്റ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്റർ ആണ് ആറിന്റെ വാല്യൂ കിട്ടാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു 1/4πε0 q ബൈ ആർ. 1/4πε0ന്റെ വാല്യൂ 9 × 10⁻⁹ ആൻഡ് ചാർജ് 2 നാനോകൂളം 2 × 10⁻⁹ ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുക 18 വോൾട്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 18. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ഡ്യൂ ടു an infinite sheet of charges. Option A converging, option B radial, option C uniform and perpendicular to the sheet and option D uniform and parallel to the sheet. എപ്പോഴും നമ്മൾ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്താ ഫ്ലോ ചെയ്യുക ആൻഡ് അത് യൂണിഫോം ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി
യൂണിഫോം ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ടോട്ടൽ ഫ്ലക്സ് അക്രോസ് എ ക്ലോസ് സർഫസ് എൻക്ലോസിംഗ് എ ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഓപ്ഷൻ എ shape of the closed surface, option B volume of the enclosure, option C actual spatial arrangement of charges within the surface, and option D all of the above. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം E ഡോട്ട് ഡി എസ് ഈസ് ഇക്വൽ ടു എന്താ Q ബൈ എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ എന്താ ഷേപ്പിനും വോളിയത്തിനും ആക്ച്വൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനും ഇൻഡിപെൻഡന്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ ഓപ്ഷൻ ഡി all of the above. Option D all of the above. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which law can Ampere circuital be derived from? Option A Gauss law, option B Newton's law, option C Kirchhoff law, and option D Biot-Savart law. ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബയോട്ട്-സവാർട്ട് ലോ എന്നാണ്. ബയോട്ട്-സവാർട്ട് ലോ എന്ന് പറയുമ്പോൾ അവിടെ സിമെട്രിക്കൽ ഷേപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആംപിയർ സർക്യൂട്ടൽ ലോ നമുക്ക് സിമെട്രിക്കൽ ഷേപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബയോട്ട്-സവാർട്ട് ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അതുപോലെ റെക്കോർഡഡ് ക്ലാസ് ആൻഡ് ഓൾസോ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഒരു ചെറിയൊരു ഫീയേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.